ഹായ് അർണിസേ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുന്നുണ്ട്. ഞാൻ നിങ്ങളെ പറ്റിക്കുകയാണെന്ന് വിചാരിക്കരുത്. ഞാൻ എങ്ങനെയെങ്കിലും വീഡിയോ ഇടാമെന്ന് വിചാരിക്കുമ്പോൾ എവിടെന്നെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും. ഒരു വിധത്തിൽ വീഡിയോ ഇട്ടുകൊണ്ട് വന്നപ്പോഴാണ് ഹോസ്പിറ്റൽ ഇഷ്യൂ വന്നത്. അങ്ങനെ ഒരു മാസം അതിൻ്റെ പിന്നാലെ പോയി. അവിടെ നിന്ന് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് കാര്യം പറഞ്ഞപ്പോൾ ഭയങ്കര എക്കോ ആയിരിക്കും. അങ്ങനെ വീട്ടിൽ വന്ന് നിന്ന് ഡബ് ചെയ്തുകൊണ്ട് എനിക്കാണ് കോളേജിലെ പ്രൊജക്റ്റും പ്ലേസ്മെൻറ്റ് രജിസ്ട്രേഷനുമായി. ഇപ്പം അതിൻ്റെ പിന്നാലെ നടക്കുകയാണ്. ഇനിയും ഞാൻ വെച്ചിരുന്നെങ്കിൽ എൻ്റെ മൂക്കി പല്ല് വരുന്നുള്ള അവസ്ഥയാണ്. അതുകൊണ്ട് ഊണും ഉറക്കവും ഇല്ലാണ്ട് അതിൻ്റെ പിന്നാലെ ഓട്ടോ. വീട്ടിൽ വന്നാലും അതെ, കോളേജിൽ പോയാലും അതെ. ബാക്കിയുള്ളവരും എല്ലാം സ്ട്രഗിൾ ചെയ്ത് ഓരോ പ്രശ്നങ്ങളും ജോലിക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് ചെയ്യുന്നത് എനിക്കറിയാം. ആർക്കും പ്രശ്നമില്ലെന്നോ ഇടാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെന്നോ അല്ല ഞാൻ പറയുന്നത്. ഞാൻ എങ്ങനെയെങ്കിലും കുറച്ച് സമയം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ വണ്ടിയും സൗണ്ടും ഒന്നും സമ്മതിക്കത്തില്ല. ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. റോഡ് ഹൈവേ ആണ്. ഇത് ചെറിയ ഹൈവേ അല്ല, നാഷണൽ ഹൈവേ ആണ്. അപ്പോൾ എപ്പോഴും വണ്ടിയായിരിക്കും. ഒരു ദിവസം ഒരു 20 ആംബുലൻസിൽ കുറേ ആൾ 20 പൊക്കം കിട്ടും. എങ്ങനെയെങ്കിലും ഡബ്ബാക്കാന്ന് വിചാരിക്കുന്നത്. ഇതാണ് ആദ്യത്തെ പ്രശ്നം. പിന്നെ അപ്പുറത്തെ ഒരാൾ പൈസ തീർക്കാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല, എല്ലാ ദിവസവും കുറെ പണിയും കൊണ്ട് വരും. ഹിറ്റാച്ചി, ജെസിബി, ലോറി, അത് ഇതെന്നും പറഞ്ഞുകൊണ്ട് മനസമാധാനം തരാത്തത്ര സൗണ്ടാണ്. അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് അതും പറ്റി. ഇനിയിപ്പോൾ കുറച്ച് ഈ തിരക്ക് കുറയുമെന്നാണ് വിചാരിക്കുന്നത്. അറിയില്ല, നോക്കാം. ഞാൻ മാക്സിമം വീഡിയോ ഇടാൻ ശ്രമിക്കാം. എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. എല്ലാവരും എല്ലാ പ്രശ്നത്തിൻ്റെ ഇടയ്ക്കാണ് വീഡിയോ ഇടുന്നത്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് റെഡ്യൂസറിൽ ഇട്ടിട്ടാണ്. അത് പക്ഷെ പകുതി സൗണ്ട് അങ്ങ് പോകും. ഒന്നാതെ ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതിൻ്റെ കൂടെ സൗണ്ടും കൂടെ കുറഞ്ഞാലോ. അപ്പോൾ എന്തായാലും നിങ്ങൾ അധികം വെയിറ്റ് ആക്കിക്കാണ്ട് ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ ബൈ.